ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇന്ന് ഒരു അടിപൊളി ഒരു സ്നാക്സ് ഐറ്റം നോക്കിയാലോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണിത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാം എന്ന് നോക്കാം. അതിനായിട്ട് ഒരു മിക്സിംഗ് ബൗളിലോട്ട് നമുക്ക് ചെറിയ ചൂടുവെള്ളം ഒരു 1/4 കപ്പ് ചേർത്ത് കൊടുക്കാം. ഇളം ചൂട് മതി. ഇനി അതിലേക്ക് നമുക്ക് 1 ടീസ്പൂണോളം ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് 1 കപ്പ് മൈദ അതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നീട് നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 1 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ. അപ്പോൾ ഇതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടതാണ്. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് കുഴച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ ഇതൊന്ന് കുഴച്ചെടുക്കാം. ഓക്കെ, അങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു 10 തൊട്ട് 20 മിനിറ്റ് വരെയെങ്കിലും നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ അതവിടെ റെസ്റ്റ് എടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് മിക്സിങ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു മിക്സിംഗ് ബൗളിലോട്ട് 1 കപ്പോളം പുഴുങ്ങിയ ഉടച്ച ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. പിന്നീട് അതിലേക്ക് ഒരു 1/4 കപ്പോളം ചെറുതായിട്ട് അരിഞ്ഞ സവാള, 2 പച്ചമുളക്, മല്ലിയില 1 ടേബിൾ സ്പൂണോളം, അതുപോലെ കുറച്ച് കറിവേപ്പില, പിന്നീട് ആവശ്യത്തിന് ഉപ്പ്. ഞാനിവിടെ 1/4 ടീസ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം അല്ലെങ്കിൽ ചെറിയ ജീരകത്തിൻ്റെ പൊടി. ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കൈകൊണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഈ രീതിയിലൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇത്തരത്തിൽ കുഴച്ചെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലവറും കൂടെ ചേർത്ത് നമുക്ക് ഈ മിക്സ് നല്ല രീതിയിൽ ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ കൈകൊണ്ട് ഇത്തരത്തിലൊന്ന് കുഴച്ചെടുക്കാം. എന്നിട്ട് ഇത് മാറ്റി വെക്കാം. അപ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മൈദമാവ് ഉണ്ടല്ലോ, അത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം എള്ള് ചേർത്ത് കൊടുക്കാം. ഒരു കറുത്ത എള്ളാണ് ഞാൻ എടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് ഏത് എള്ള് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. എന്നിട്ട് കുറച്ച് എണ്ണയും കൂടെ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. ഒരു 1-2 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കൂട്ടുകാർക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്, ഇത് നല്ല രീതിയിൽ വലിഞ്ഞു വരുന്നുണ്ട്. മൈദ ആയതുകൊണ്ട് തന്നെ നമുക്കിത് വലിഞ്ഞു കിട്ടുന്നതായിരിക്കും. അപ്പോൾ പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരുന്നത് ഈ ഒരു പരുവത്തിൽ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ചേർത്ത എള്ളും അതുപോലെ എണ്ണയും എല്ലായിടും എത്തിപ്പെടേണ്ടതാണ്. ആ രീതിയിൽ നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കാം. ഓക്കെ, കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തിയെടുക്കുകയാണ് വേണ്ടത്. അതിനായിട്ട് ഇതിനെ 2 പോർഷൻ ആക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അതിനായിട്ട് ചപ്പാത്തി പലയിലോട്ട് കുറച്ച് മൈദമാവ് വിതറി കൊടുത്തിട്ട് നമ്മൾ നേരത്തെ പാർട്ടീഷൻ ചെയ്ത് വെച്ചിരിക്കുന്ന അതിനകത്തുനിന്ന് 1 പോർഷൻ എടുത്ത് ഇതുപോലെ ഒന്ന് നല്ല കട്ടിക്ക് പരത്തിയെടുക്കാവുന്നതാണ്. പരത്തിയെടുത്തതിന് ശേഷം നമുക്ക് സൈഡുകൾ ഇത്തരത്തിലൊന്ന് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഒരു ചതുരത്തിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കേണ്ടതാണ്. വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഇത്തരത്തിലൊന്ന് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്ക് നടുക്കൂടെ ഒന്ന് കൂടെ കട്ട് ചെയ്തിട്ട് 4 പീസാക്കി മാറ്റാം. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ പീസാക്കി മാറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് കുറച്ച് പോർഷൻ എടുത്തിട്ട് നമ്മുടെ ഈ ഒരു മാവിൻ്റെ ഒരു സൈഡിൽ മാത്രം ഇത്തരത്തിൽ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വീഡിയോ കാണുന്ന തൊട്ട് ഒരു സൈഡിൽ മാത്രം ത്രികോണ ഷേപ്പിൽ മാത്രം ഇതൊന്ന് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. എന്നിട്ട് മറു സൈഡിൽ നിന്ന് മാവ് ഇതുപോലെ എടുത്ത് ഇതൊന്ന് കവർ ചെയ്യാം. അപ്പം വീഡിയോ കാണുന്ന തൊട്ട് നമുക്ക് ഇതൊന്ന് കവർ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ കാണുന്ന തൊട്ട് ട്രയാങ്കിൾ ഷേപ്പിൽ നമുക്ക് ഈ പലഹാരം കിട്ടുന്നതാണ്. ആ ഒരു ഷേപ്പിലാണ് നമ്മളിപ്പോൾ ഇത് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇത്തരത്തിൽ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കത്തി കൊണ്ടൊന്നും വരഞ്ഞു കൊടുക്കാം. അപ്പോൾ ഇത് എന്തിനാണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ചെയ്തെടുത്ത് വരുമ്പോൾ ഒരു ഭംഗി കിട്ടാൻ വേണ്ടി, നല്ലൊരു ഷേപ്പിൽ നല്ലൊരു ഭംഗിക്ക് വേണ്ടി മാത്രം ഇത്തരത്തിൽ വരഞ്ഞു കൊടുക്കണം എന്നുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ വരഞ്ഞു കൊടുക്കണം എന്നൊരു നിർബന്ധവും ഇല്ല. അപ്പോൾ ചുമ്മാ ചെയ്തെന്നു മാത്രം. അപ്പോൾ ഇത്ര ചെയ്തതിന് ശേഷം നമുക്കിതിന് ചൂടായ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എണ്ണ ചൂടായതിന് ശേഷം നമുക്കിത് ഓരോന്നിട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയതിനു ശേഷം തിരിച്ചിട്ട് മറു സൈഡും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്കിത് എണ്ണയ്ക്കകത്തൊന്ന് കോരി മാറ്റേണ്ടതാണ്. ഓക്കെ, അപ്പോൾ 2 സൈഡും ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ കളറായി കഴിയുമ്പോൾ നമുക്കിത് എണ്ണയ്ക്കകത്തൊന്ന് കോരി മാറ്റാവുന്നതാണ്. അപ്പോൾ ഇത്രയുള്ള അങ്ങനെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു പൊട്ടറ്റോ
പപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റായിട്ട് ഒന്ന് രേഖപ്പെടുത്തിയേക്കണേ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ ബൈ.